ഒരിക്കൽ ഒരു ചെരുപ്പ് കുത്തി ശൈത്യകാലത്തെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ താൻ ഏറെ നാളായി സ്വരൂപിച്ച പണവുമായി പുതപ്പ് വിൽപ്പനക്കാരന്റെ അടുത്ത് ചെന്നു. പുതപ്പിനുള്ള പണം തികയാത്തത് കൊണ്ട് പുതപ്പ് വിൽപ്പനക്കാരൻ പുതപ്പ് കൊടുത്തില്ല. നിരാശനായ ചെരുപ്പ് കുത്തി പുതപ്പ് ലഭിക്കാത്ത വിഷമം മറക്കാൻ അടുത്തു കണ്ട മദ്യഷാപ്പിൽ നിന്ന് മദ്യപിക്കുകയും വോഡ്ക പകർന്നു നൽകിയ ചൂടിൽ അയാൾ നിരാശ മറന്ന് വീട്ടിലേക്ക് നടക്കുകയും ചെയ്തു. വഴിമധ്യേ കപ്പേളയുടെ മുമ്പിൽ അതിവിചിത്രമായൊരു കാഴ്ച ചെരുപ്പ് കുത്തി കണ്ടു. ഒരു യുവാവ് പൂർണ്ണ നഗ്നനായി അവിടെ കിടക്കുന്നു. പേടി മൂലം ചെരുപ്പ് കുത്തിക്ക് ആ യുവാവിന്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. അയാൾ വേഗം വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അയാളിൽ ഒരു ചിന്തയുണർന്നു. എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ നഗ്നനായത്? ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഈ തണുപ്പത്ത് കിടന്നാൽ അയാൾ മരിച്ചു പോവില്ലേ? മറ്റൊന്നും ആലോചിക്കാതെ ചെരുപ്പ് കുത്തി ആ യുവാവിന്റെ അടുത്തേക്ക് തിരികെ നടന്നു. എന്നിട്ട് തന്റെ കോട്ട് ആ ചെറുപ്പക്കാരന് കൊടുക്കുകയും അയാളെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് യാത്രയാവുകയും ചെയ്തു. പുതപ്പ് വാങ്ങാൻ പോയ ഭർത്താവ് പുതപ്പില്ലാതെ മദ്യപിച്ച് ഒരു ദരിദ്രനെയും കൂട്ടി വരുന്നത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് അതിയായ ദേഷ്യം വന്നു. വീട്ടിൽ ആകെയുള്ള ഒരപ്പം 2 ദിവസത്തേക്കുള്ളതാണ്. വഴിയിൽ കിടക്കുന്നവർക്ക് വച്ചു വിളമ്പാൻ ഇവിടെ ഒന്നുമില്ലെന്ന് അവർ ആക്രോശിച്ചു. പക്ഷെ ചെരുപ്പ് കുത്തിയും യുവാവും ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെരുപ്പ് കുത്തിയുടെ ഭാര്യയ്ക്ക് ദയ തോന്നി. അവർ പെട്ടെന്ന് സൂപ്പുണ്ടാക്കുകയും അപ്പക്കഷ്ണവും സൂപ്പും ആ യുവാവിന് നൽകുകയും ചെയ്തു. അപ്പോൾ ആ യുവാവ് ചെരുപ്പ് കുത്തിയുടെ ഭാര്യയെ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ ആ യുവാവും ആ കുടുംബത്തോടൊപ്പം ചേർന്നു. വളരെ പെട്ടെന്ന് തന്നെ ചെരുപ്പുണ്ടാക്കാനുള്ള വിദ്യ അയാൾ പഠിച്ചു. ഏറെ താമസിയാതെ ആ യുവാവ് ഉണ്ടാക്കുന്ന ചെരുപ്പിനെ കുറിച്ചുള്ള ഖ്യാതി ആ ദേശത്തും മറ്റു ദേശങ്ങളിലേക്കും വ്യാപിച്ചു. പക്ഷെ അയാൾ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അയാളുടെ ജോലികൾ വളരെ ഭംഗിയുള്ളതും കൃത്യതയുള്ളതുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കുതിരവണ്ടി അവരുടെ വീടിന് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്ന് പ്രഭുവും ഭൃത്യനും താഴെ ഇറങ്ങി. ഭൃത്യന്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. അയാൾ ആ പൊതി തുറന്ന് അതിലെ വിശേഷപ്പെട്ട തുകൽ പുറത്തെടുത്ത് എല്ലാവരെയും കാണിച്ചു. അപ്പോൾ പ്രഭു പറഞ്ഞു, ഇത് വളരെ വിലയേറിയ തുകലാണ്. ഇത് വിദേശത്തു നിന്ന് വരുത്തിയതുമാണ്. ഇതുകൊണ്ട് എന്റെ അളവിൽ നല്ല മനോഹരമായ ഒരു ജോഡി ബൂട്ടുണ്ടാക്കണം. അതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നാൽ പിന്നീടുള്ള കാലം നിങ്ങൾ ജയിലിലായിരിക്കും, പ്രഭു ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു. അയാൾ ഭയന്നുപോയി. ഉടനെ യുവാവിനോട് എല്ലാ കാര്യവും പറയുകയും യുവാവ് പ്രഭുവിന്റെ കാലിന്റെ അളവെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷെ അളവെടുക്കുന്ന സമയത്ത് പ്രഭുവിന്റെ പുറകിലേക്കായിരുന്നു ആ യുവാവിന്റെ ശ്രദ്ധ. പിന്നീട് പ്രഭുവിനെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു. യുവാവിന്റെ പ്രവൃത്തിയിൽ ദേഷ്യം പിടിച്ച പ്രഭു അലറിക്കൊണ്ട് പറഞ്ഞു, പറഞ്ഞ സമയത്ത് ഈ ബൂട്ടുകളുടെ പണി കൃത്യവും മനോഹരവുമായി കഴിഞ്ഞില്ലെങ്കിൽ ഈ തല പിന്നെ നിന്റെ കഴുത്തിൽ കാണില്ല. അപ്രകാരം പറഞ്ഞ് പ്രഭുവും ഭൃത്യനും തിരിച്ചുപോയി. അന്താളിച്ചു പോയ ചെരുപ്പ് കുത്തി തന്റെ ജീവിതം ഇതോടെ തീരുമോ എന്ന് ഭയന്നു. എന്നിട്ട് ഉടനെ ബൂട്ട് നിർമ്മിക്കാൻ യുവാവിനോട് പറയുകയും ചെയ്തു. പക്ഷെ യുവാവ് പതിവിന് വിപരീതമായി ബൂട്ടുകൾക്ക് പകരം സാധാരണ ചെരുപ്പാണ് നിർമ്മിച്ചത്. അന്താളിച്ച ചെരുപ്പ് കുത്തി നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ യുവാവ് ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭൃത്യൻ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി പ്രഭുവിന് ബൂട്ടുകളുടെ ആവശ്യമില്ല. പോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ മരണസമയത്ത് ഇടാനുള്ള ചെരുപ്പുകളാണ് ആവശ്യപ്പെടുന്നത്. ചെരുപ്പ് കുത്തി ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. അയാൾ ചെരുപ്പുകൾ പൊതിഞ്ഞ് ഭൃത്യനെ ഏൽപ്പിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു സ്ത്രീയും 2 കുട്ടികളും ചെരുപ്പ് കുത്തിയുടെ അടുത്തെത്തി. ഇരട്ട കുട്ടികൾ. ഒരു കുട്ടിയുടെ കാലിന് മുടന്തുണ്ട്. എന്തു പറ്റി ഇവളുടെ കാലിന്? ചെരുപ്പ് കുത്തി ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇവർ എന്റെ മക്കളല്ല, പക്ഷേ എനിക്ക് എന്റെ മക്കളെ പോലെ തന്നെയാണ്. അപ്പോൾ ആ യുവാവ് അവരെ ശ്രദ്ധിച്ചു നോക്കുന്നത് കണ്ട് ചെരുപ്പ് കുത്തി ആ യുവാവിനെ നിരീക്ഷിച്ചു. അപ്പോൾ ആ യുവാവ് പുഞ്ചിരിക്കുന്നതും അയാൾ കാണാനിടയായി. സ്ത്രീ തുടർന്നു, ഈ കുട്ടികൾ എന്റെ വീടിനടുത്തുള്ളവരാണെന്നും അച്ഛനും അമ്മയും മരിച്ചു പോയത് കൊണ്ട് ഞാനാണ് ഇവരെ നോക്കുന്നത് എന്നും പറഞ്ഞു. യുവാവ് ആ പെൺകുട്ടികളുടെ കാലിന്റെ അളവെടുത്തു. അതിനുശേഷം ആ സ്ത്രീയും കുട്ടികളും തിരികെ പോയി. അടുത്ത ദിവസം ആ യുവാവ് ചെരുപ്പ് കുത്തിയുടെ അടുത്തെത്തി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ തിരികെ പോകുകയാണ്. അപ്പോൾ ചെരുപ്പ് കുത്തി പറഞ്ഞു, നിങ്ങൾ ഒരു സാധാരണക്കാരനല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനും എനിക്ക് കഴിയില്ല. പക്ഷേ നിങ്ങൾ എന്റെ ഒരു സംശയത്തിന് മറുപടി പറയണം.
ഇവിടെ വന്ന ശേഷം 3 തവണയാണ് നിങ്ങൾ ചിരിച്ചത്. ഒന്ന്, എന്റെ ഭാര്യ ആദ്യമായി നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നപ്പോൾ. രണ്ടാമത് പ്രഭുവിന്റെ കാലിന്റെ അളവെടുത്തപ്പോൾ. മൂന്നാമത് ആ സ്ത്രീയും കുട്ടികളും വന്നപ്പോൾ. ഈ 3 സന്ദർഭങ്ങളിൽ മാത്രമാണ് നിങ്ങൾ ചിരിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സന്ദർഭങ്ങളിൽ മാത്രം ചിരിച്ചത്? ശരിയാണ്, ഞാൻ ഒരു മാലാഖയാണ്. ഒരു ദിവസം ഞാൻ ഒരു സ്ത്രീയുടെ മരണം രേഖപ്പെടുത്താൻ അവരുടെ വീട്ടിലെത്തി. ആ സ്ത്രീയുടെ ജീവൻ എടുക്കാൻ മുതിർന്നപ്പോൾ ആ വീട്ടിലെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. കാരണം അവൾ 2 പെൺകുട്ടികൾക്ക് ജന്മം കൊടുക്കുന്ന സമയമായിരുന്നു. അവരുടെ ഭർത്താവാണെങ്കിൽ 2 ദിവസം മുൻപേ മരിച്ചു പോയിരുന്നു. ഞാൻ ആ ജീവൻ എടുക്കാതെ തിരിച്ചുപോയി. പക്ഷെ ദൈവം എന്നോട് കോപിച്ചു. തിരികെ ചെന്ന് ആ സ്ത്രീയുടെ ജീവൻ എടുക്കാൻ ആജ്ഞാപിച്ചു. കൂടാതെ നീ ഭൂമിയിൽ ചെന്ന് മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കണം. ഞാൻ തിരികെ പോയി. ആ സ്ത്രീയുടെ ജീവൻ എടുത്ത് തിരികെ പോന്നു. പക്ഷേ യാത്രാ മധ്യേ എന്റെ കയ്യിൽ നിന്ന് അവരുടെ ജീവൻ വഴുതി മുകളിലോട്ട് പോയി. ഞാൻ നിങ്ങളുടെ ഈ കപ്പേളയിൽ പൂർണ്ണ നഗ്നനായി വന്ന് വീഴുകയും ചെയ്തു. അപ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ടതും ആദ്യം എന്നെ ഉപേക്ഷിച്ചു പോയ നിങ്ങൾ ദയ തോന്നി പിന്നീട് എന്നെ കൂടെ കൂട്ടിയതും വീട്ടിൽ എത്തിയ ശേഷം നിങ്ങളുടെ ഭാര്യയ്ക്ക് ദയ തോന്നി എനിക്ക് ഭക്ഷണം തന്നതും ആ സമയത്താണ് ഞാൻ ചിരിച്ചതും. രണ്ടാമത് ഞാൻ ചിരിച്ചത് ഞാൻ പ്രഭുവിന്റെ കാലിന്റെ അളവെടുക്കുന്ന സമയത്താണ്. ആ സമയത്ത് മരണത്തിന്റെ മാലാഖ അദ്ദേഹത്തിന്റെ പിറകിലുണ്ടായിരുന്നു. അതാണ് ഞാൻ പുറകോട്ട് ശ്രദ്ധിച്ചതും പിന്നെ അട്ടഹസിക്കുന്ന പ്രഭുവിന്റെ മുഖത്തു നോക്കി ചിരിച്ചതും. മനുഷ്യന് യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിയുന്നില്ല. മരണം തൊട്ടടുത്ത് വന്നു നിൽക്കുമ്പോഴും അവർ മറ്റുള്ളവരോട് വെറുതെ കയർത്തുകൊണ്ടിരിക്കുന്നു. നിരർത്ഥകമായ നൈമിഷികമായ സുഖാനുഭവങ്ങളിൽ ലക്ഷ്യത്തെ മറന്ന് മുഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ വിപരീതാവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും? മൂന്നാമത് ഞാൻ ചിരിച്ചത് ആ പെൺകുട്ടികളെ കണ്ടപ്പോഴാണ്. അവരുടെ അമ്മയുടെ ജീവനാണ് ഞാൻ എടുത്തത്. അവരുടെ അമ്മ മരിച്ചെങ്കിലും തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയാണ് അവരെ വളർത്തിയത്. മൂന്നാമത് ഞാൻ ചിരിച്ചത് ആ പെൺകുട്ടികളെ കണ്ടപ്പോഴാണ്. അവരുടെ അമ്മയുടെ ജീവനാണ് ഞാൻ എടുത്തത്. അവരുടെ അമ്മ മരിച്ചെങ്കിലും തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയാണ് അവരെ വളർത്തിയത്. അവരുടെ ഉള്ളിലെ സ്നേഹവും കരുണയും ഉള്ളത് കൊണ്ടാണ് ആ മക്കൾ വളർന്നത്. ഭൂമിയിൽ ഒരാൾ മരിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ലോകം അവസാനിക്കുകയുമില്ല. ദയയും സ്നേഹവും കാരുണ്യവും ഉള്ളത് കൊണ്ട് ഈ ലോകം എന്നും ഇങ്ങനെ നിലനിൽക്കുമെന്നും ആ മാലാഖ അറിയിച്ചു. ഉടനെ അയാൾ അപ്രത്യക്ഷനായി.